അത്ഭുത വിസ്മയ സ്നേഹം എന്നാത്മാവിൻ ആനന്ദം ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം ഓ എൻ ജീവന്റെ ആധാരം. സുഭാഷിതം. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം അവസാന ഭാഗത്ത് ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു എന്നെഴുതിയിരിക്കുന്നു. കർത്താവ് പൗലോസിനോട് അരുളി ചെയ്ത വാക്കുകളാണ് നാം വായിച്ചത്. അപ്പോസ്തലനായ പൗലോസ് തന്റെ മിഷണറി യാത്രയിൽ ഇപ്പോൾ കൊരിന്തിലെത്തിയിരിക്കുന്നു. പുരാതന റോമൻ കാലത്ത് കൊരിന്ത് അതിന്റെ ഭൂമിശാസ്ത്രം, സമ്പത്ത്, പ്രാദേശിക സ്വാധീനം എന്നിവയാൽ പ്രാധാന്യമർഹിക്കുന്നു. റോമൻ പ്രവിശ്യയായ അഖായിയുടെ തലസ്ഥാനമായിരുന്ന കൊരിന്ത് ഒരു പുരാതന നഗരമായി തുറമുഖങ്ങളുണ്ടായിരുന്ന വ്യാപാരത്തിന്റെയും യാത്രയുടെയും ഒരു പ്രധാന കവലയായിരുന്നു. അപ്പോൾ തന്നെ സുഖഭോഗത്തിനും ലൈംഗിക അധാർമികതയ്ക്കും ശ്രദ്ധേയമായ പ്രശസ്തി നേടിയ നഗരം. ഇവിടെ പൗലോസ് യഹൂദന്മാരുടെ സിനഗോഗുകളിൽ യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുമ്പോൾ വളരെ വെല്ലുവിളികളും എതിർപ്പുകളും ഉണ്ടായി. 18-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവർ എതിര് പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ പൗലോസ് വസ്ത്രം കുടഞ്ഞ്, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, താൻ ഇനിമേൽ ജാതികളുടെ ഇടയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. യേശു തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ, ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവീൻ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സിനഗോഗിലെ പൊടി പോലും തന്റെ വസ്ത്രത്തിൽ തങ്ങി നിൽക്കാതിരിക്കാനായിരിക്കണം പൗലോസ് അങ്ങനെ ചെയ്തത്. എന്നിരുന്നാലും ക്രിസ്പോസും തന്റെ കുടുംബവും കൊരിന്തിൽ അനേകരും ദൈവവചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. ഒരുപക്ഷെ യഹൂദന്മാരുടെ ഭീഷണിയിൽ അല്പം ആശങ്ക പൗലോസിന് ഉണ്ടായിരുന്നിരിക്കാം. 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. കർത്താവ് പട്ടണത്തെയും ജനത്തെയും അറിയുന്നു. അവിടെ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കേണ്ടത് ആവശ്യമായിരുന്നു. പൗലോസ് അവിടെ താമസിച്ച് അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ച് സഭകളും സ്ഥാപിച്ചു. പ്രിയമുള്ളവരെ, നാം പാർക്കുന്ന ഇടങ്ങളിൽ ജനങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ അവർ സുവിശേഷം അറിയുന്നില്ല. അതുകൊണ്ട് അവർ നശിച്ചു പോകുന്നു. പ്രിയമുള്ളവരെ, ഈ ഉത്തരവാദിത്തം എനിക്കും നിങ്ങൾക്കുമുണ്ട്. മത്തായി 9:36 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. യേശുക്രിസ്തു തന്നെയാണ് സുവിശേഷം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പൗലോസ് പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്കയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നു എങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. പ്രിയമുള്ളവരെ, നാം സുവിശേഷം അറിയിക്കാത്തതുകൊണ്ട് അനേകർ നശിച്ചു പോകുന്നു. കർത്താവ് വീണ്ടും നമ്മോട് പറയുന്നത്, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. ജനങ്ങളോട് സുവിശേഷം അറിയിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, പട്ടണത്തിലെ ജനങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് അടിയങ്ങൾക്ക് സുവിശേഷം അറിയിക്കുവാനുള്ള ദൈവകൃപ നൽകണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. എൻ പാപത്തിൻ മോചനം, ക്രൂശിലൻ യേശുവിൻ ത്യാഗം, എന്നാത്മാവിൻ സാന്ത്വനം, ഓ എന്നാത്മാവിൻ സാന്ത്വനം.
നീയാണെൻ